ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ലിയാസിം സ്റ്റോറീസ്. അങ്ങനെ നോമ്പൊക്കെയാണ്. ലിയ വീട്ടിലില്ല. ലിയ ഓളെ വീട്ടിൽ പോയതാണ്. വീഡിയോ ചെയ്തിട്ട് ഒരുപാടായി. യൂട്യൂബിൽ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളിനി ഇന്ന് നോമ്പല്ല. അപ്പോൾ നോമ്പായപ്പോൾ ലിയൻ്റെ വീട്ടിൽ പോയതാണ്. പിന്നെ ഉമ്മ ഉള്ളത്, ഉമ്മയും വല്യമ്മ ഉള്ളത്. ഉമ്മക്കാണ് സുഖമില്ല. അങ്ങനെ ഞാനിന്ന് ഫ്രീയാണ്, ഇന്ന് വർക്കില്ല. അപ്പോൾ അമ്മനെ എന്തെങ്കിലും ചെറുതായിട്ട് സഹായിക്കാമെന്ന് വിചാരിച്ചു. ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോണേ. എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും സഹായിക്കാനുണ്ടോ, എന്തെങ്കിലും ഉണ്ടായല്ലോ, നോമ്പല്ല. അപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പോവുകയാണ്. അപ്പോൾ ആ അമ്മനെ സഹായിച്ചു കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് അവിടെ മറ്റൊക്കെ കൊള്ളുമ്പോൾ ഫുള്ള് പണിയിലാണ്. എന്താ പണി നോക്കാം നമുക്ക്. എന്താണ് എന്താന്ന് ചോദിക്കും. എന്താ ഉണ്ടാക്കുന്നത്? പൊടി പൊടി ധരിച്ചേക്കണം. പൊട്ടിക്കാത്ത പാക്കറ്റിൽ എറുമ്പ് വന്നിട്ടുള്ള ഒരു സ്ഥിരീകരണമാണ് എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. നമുക്ക് സുഖമില്ല, നമുക്ക് പനിയാണ്. ഇന്നലൊക്കെ കാണിച്ചു തന്നാണ് മെയിനായിട്ട് കാണിച്ചു. മോട്ടർ ഓഫാക്കി ഓഫാക്കി. അപ്പോൾ നോമ്പിന് ഇപ്പം എന്താ ഉണ്ടാക്കണ നിങ്ങൾ? എന്താ ഉണ്ടാക്കണ? പഴം നിറച്ചത് സമൂസ നെയ്ച്ചോറോ? ഞാൻ എന്താന്ന് തരത്തോരൊക്കെ ഇന്നലെ ഉണ്ടാക്കാത്തതിനെ കൊണ്ടാ ഇത്താണ്ടായിക്കൊണ്ടിരും. അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കില്ല. നിങ്ങൾ എന്താ ഉണ്ടാക്കണേ? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നല്ലേ. അപ്പൊ ചോറും അതിലും മുളക് ഇട്ടാലും ഞാൻ ഇപ്പൊ എന്താ സഹായിക്കാനാ? വേറെ പലഹാരം ഒന്നും ഉണ്ടാക്കില്ലേ? അപ്പൊ എന്താ വേണ്ടി? എന്തായാലും കക്കിരി വാങ്ങാറുമ്പോ വേണ്ട. അപ്പൊ നീ ഉണ്ടാക്കാൻ വേണ്ടിയ പപ്പായ വാങ്ങാം. കറാച്ചി മുന്തിരി കഴിക്കാം. നാരങ്ങ ഇപ്പത്തെ വലിയ ഗുണമില്ല. കറാച്ചി മുന്തിരി മേടിക്കാൻ പറ്റില്ല. ഇതില്ലേ വത്തക്ക? അവിടെ ഇല്ലേ വത്തക്ക എന്ന് പറഞ്ഞാൽ തണ്ണീർമത്തൻ. ഓക്കെ, കർമ്പൂസ എന്ന് പറഞ്ഞാൽ പപ്പായ. ഇതൊക്കെ വാട്ടർമെലൻ. ഇംഗ്ലീഷ് വാട്ടർമെലൻ ആയിക്കോട്ടെ. അത് കുറച്ചായിട്ട് വാങ്ങിയാൽ പോരാ? ഇല്ല മറക്കില്ല. അപ്പം ഇതാണ് നോമ്പിൻ്റെ അവസ്ഥ. വല്യമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. വലിയങ്ങളെന്താ നോക്കണത്? എന്താ കണക്ക് നോക്കുന്നത്? വണ്ടിയിൽ വണ്ടി പോകുന്നു. എന്ത് നിങ്ങളെന്താ ആലോചിച്ചിരിക്കണേ? ജാതി കോലൊന്നല്ല, നിങ്ങളെ ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ജാതി കോലൊന്നും. അപ്പൊ രണ്ടാമത്തെ പണി ഇട്ട് അതൊക്കെ എന്താ അരി ഉണ്ടോ കൊടുക്കാനോ? വണ്ടി പോരൂ. അരിയോ? ഇതന്ന് വാങ്ങിയ അരിയാ? അന്ന് വാങ്ങിയാ? അങ്ങനല്ലേ, ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് നോമ്പ്? നിങ്ങൾ ആരാ ഇതിനെന്തോ കോലുണ്ട്? നിങ്ങൾ ഭംഗിയുണ്ട്. ആരാ പറഞ്ഞ എന്തോ കോലുണ്ട്? ഭംഗിയുണ്ട്, സീരിയസ് ആയിട്ട്. ഗേസ് വല്യമ്മ ഭംഗിയുണ്ടോ ഇല്ലയെന്ന് എല്ലാവരും കമന്റ് ചെയ്യണമെന്ന്. സീരിയസ് ആയിട്ട് നിങ്ങൾ ഭംഗിയുണ്ട്. ഓ തട്ടങ്ങൾ എങ്ങനെ സുന്ദരിയല്ലേ?
നോമ്പ് എങ്ങനെയുണ്ട് നിങ്ങള്? ഒരു സെറ്റ് പല്ലും കൂടെ വെച്ചാൽ മതിയില്ലേ? പല്ലോ? പല്ലില്ല, പല്ല് വെക്കണോ വേറെ? വേണ്ട മോനെ, പല്ല് മതി. നോമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. ഏകദേശം സമയം. എങ്ങനെ വന്ന് വണ്ടി ഇല്ലാതെ? ഞാൻ ഇവിടെ ഉണ്ടായിരുമ്പോൾ വണ്ടി പോയി വരും. അപ്പൊ കേസ് വണ്ടി കൊടുക്കില്ല. അപ്പം ഇതാണ് നോമ്പിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ലിയ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മളെ ഫ്രെയിമാട്ടോ, നമ്മൾ കല്യാണത്തിനും കല്യാണത്തിന് കിട്ടിയ ഫ്രെയിമാണ് ഇതൊക്കെ. അത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കല്യാണത്തിന് കിട്ടിയ ഫ്രെയിമാണ് ഇത്. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് നമ്മളെ പത്നി പൊണ്ടാട്ടി തന്നതാണ്, ലിയക്കുട്ടി തന്നതാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ഇത് പിന്നെ നമ്മൾ വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്, നമ്മൾ ഊട്ടി പോയപ്പോൾ എടുത്തൊരു ഫ്രെയിമാണ്, അപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇത് മാനാഞ്ചിറ സ്ക്വയറിലൊരു നമ്മളൊരു അടിപൊളി ഇതന്നെ, അപ്പോൾ അതങ്ങനെ ഫ്രെയിമാക്കി വെച്ചാണ്. അത് കല്യാണത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയാണ് ഫ്രെയിം. ഇത് പിന്നെ നമ്മൾ ലിയ ഉണ്ടാക്കിയാണ്. ലിയ ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ലിയൊക്കെ അറിയട്ടോ. ഈ ഹൂപ്പില്ലേ, ഇത് ലിയ ഉണ്ടാക്കിയത്. അടിപൊളി സാധനമാണ്. അടിപൊളിയല്ല, നല്ല രസമായിട്ട് ചെയ്തിക്കണ്. ലിയക്ക് ഇതേപോലത്തെ ഒരുപാട് സംഭവം. ഓളെ വീട്ടിൽ ഇതേപോലെ ഒരു ലൈറ്റൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാക്കിക്കണം. ഒരു എന്താ പറയുക, നല്ലൊരു ഇത്. പിന്നെ കല്യാണത്തിന് റിഫാന ഗിഫ്റ്റ് തന്നതിന് ഗ്ലാസ് പൊട്ടിപ്പോയി പകുതി. ഫോട്ടോ ഇതിൻ്റെ ഫേവറേറ്റ് ഫോട്ടോ കേട്ടോ, നമ്മളെ ഫേവറേറ്റ് ഫോട്ടോ ആണിത്. വലിയക്ക് ഇങ്ങനത്തെ ഈ യൂപ്പൊക്കെ ഉണ്ടല്ലോ, ഈ യൂപ്പ് ഫ്രെയിം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫെലേഷ്യ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ശ്രദ്ധിക്കലൊന്നും ഇല്ല മറ്റാൾ. ഞാനും പിന്നെ ചെയ്ത് ഇതാക്കല്ലേ, ഞാനിങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് കൊടുക്കല് ഞാനേന്. അപ്പം എനിക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ അതങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഓള് വീട്ടിലേക്ക് ഈ ഹൂപ്പ് ഉണ്ടാക്കിയത്, അതുപോലെ ഓളെ വീട്ടിലേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റൊക്കെ ഇല്ലേ, എന്തെങ്കിലും അതിനിപ്പോൾ എന്താ പറയുക, ആ ലൈറ്റിന് LED നല്ല ലൈറ്റൊക്കെ വെക്കുന്ന ഒരു സംഭവം, അതിനിപ്പോൾ എന്തോ ഒരു പേര് വരയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ലിയ വീട്ടിൽ ചെയ്തിരിക്കണ്. ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. എൻ്റെ ഭാഗ്യമാണ് കിട്ടി പഠിച്ചോനെ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നിപ്പോൾ വീട്ടിലിപ്പോൾ ആരും എത്താതെ പോയി. ഞാനും വല്യമ്മയും ഉമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ലിയ ഇല്ല. അങ്ങനെയാണ് വീട്ടിലെ അവസ്ഥ. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് വേണം പുറത്തേക്ക് പോകാൻ. ഇന്ന് രാത്രി ഒരു ഷൂട്ടുണ്ട്, നോമ്പറ കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഷൂട്ടുണ്ട്. അപ്പം അതിന് പോകണം. അപ്പം ഇന്ന് രാവിലെ ഒന്നും വർക്കില്ല, ഇന്നലെ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രൊഡക്റ്റ് ഷൂട്ടൊക്കെ ആർക്കെങ്കിലും പ്രൊഡക്റ്റൊക്കെ ഷൂട്ട് ചെയ്യാണ്ടെങ്കിൽ ബന്ധപ്പെടും കേട്ടോ. നമ്മളെ പുതിയ പ്രൊഡക്റ്റ് ഷൂട്ടിൻ്റെ ഒരു പുതിയത് തുടങ്ങിയിട്ടുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി. മിസ്റ്റർ ആൻഡ് കോ എന്നാണ് അതിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം പ്രൊഡക്റ്റ് ഷൂട്ട് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പ്രൊഡക്റ്റ് ഷൂട്ട് പരിപാടികൾ എന്തെങ്കിലും എൻക്വയറികളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ വെഡ്ഡിങ് പരിപാടികൾ വേറൊരു വഴിക്ക് പോകുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി വേറൊരു സെറ്റപ്പിലൊരു കമ്പനി തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇതിലൊക്കെ ആണ്. ഇപ്പോൾ കുറച്ച് ലിയ പ്രഗ്നൻ്റ് ഒക്കെ അല്ല, ഇപ്പോൾ ഡെലിവറി ഒക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പോൾ 7 മാസമായില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി വിപുലീകരിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ്. ഇപ്പം ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊന്നും തുടങ്ങാൻ കഴിയില്ല, പെട്ടെന്ന് തുടങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് വൈകാണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വൈകാണ്ട് തന്നെ നല്ലൊരു സെറ്റപ്പിൽ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സഹായം സഹകരണങ്ങളൊക്കെ വേണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കെടുപ്പൊക്കെ അങ്ങനെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട്
കാണുന്നതുവരെ ബൈ ബൈ. ലിയനെ കൂട്ടിക്കൊണ്ടാണ് ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ ആ വീഡിയോ വൈകാണ്ട് വരും, അതിടുണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും ഒന്ന് ലൈക്കും ഒരു കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പം ബൈ ബൈ.